നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ കാലാവസ്ഥാ മാറ്റം അതിരൂക്ഷമായി തുടരുകയാണ്. രാജ്യത്തിന്റെ പല എമിറേറ്റുകളിലും ഇപ്പോൾ ഇടവിട്ട് പെയ്യുന്ന മഴയും അന്തരീക്ഷ താപനിലയിലെ പെട്ടെന്നുള്ള ഏറ്റക്കുറച്ചിലുകളും അനുഭവപ്പെടുന്നുണ്ട്. ഇതുമൂലം മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികളിലും പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അന്തരീക്ഷ താപനിലയിലെ പെട്ടെന്നുള്ള ഏറ്റക്കുറച്ചിലുകളും പകർച്ചവ്യാധികൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. ഈർപ്പമുള്ള കാലാവസ്ഥയിൽ പുലർച്ചെ തന്നെ സ്കൂളുകളിലേക്ക് കുട്ടികൾ പുറപ്പെടുന്നതും ഇവർക്കിടയിലെ അനിയന്ത്രിതമായ കൂടിച്ചേരലുകളും പകർച്ചവ്യാധികൾ കുട്ടികളിൽ വളരെ പെട്ടെന്ന് വ്യാപിക്കാൻ കാരണമാകുന്നുണ്ട്. ചാറ്റൽ മഴ നനയുന്നത് കുട്ടികളിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനാൽ ഇത്തരം കാലാവസ്ഥയിൽ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകണം. തണുത്തതും ഈർപ്പമുള്ളതുമായ അന്തരീക്ഷം അലർജിയുള്ള കുട്ടികളിൽ രോഗലക്ഷണങ്ങൾ കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, ചുമ, തൊണ്ടവേദന, ശരീരവേദന, ക്ഷീണം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളും അനുഭവപ്പെട്ടാൽ ഉടനടി അടുത്തുള്ള ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണം. മഴയിൽ നനയുക, കളിസ്ഥലങ്ങളിലെയോ മറ്റോ അശുദ്ധ വായു ശ്വസിക്കൽ, മോശം ശുചിത്വ രീതികൾ, പോഷകാഹാരക്കുറവ് എന്നിവയും അണുബാധയ്ക്ക് കാരണമായേക്കാം. അതിനാൽ മാതാപിതാക്കൾ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനിടെ ശൈത്യകാലത്ത് നിർജ്ജലീകരണത്തിന് സാധ്യത കൂടുതലാണെന്നും 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണമെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. വെള്ളവും പാനീയങ്ങളും ആവശ്യമായ അളവിൽ കുടിക്കാത്തത് കാരണമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും നിർജ്ജലീകരണത്തിന് കാരണമാകുന്നത്. ദാഹം, തലകറക്കം, ക്ഷീണം എന്നിവ അനുഭവപ്പെടും. കണ്ണിനും ചുണ്ടിനും വരൾച്ച അനുഭവപ്പെടുക, ഒരു ദിവസം 4-ൽ താഴെ പ്രാവശ്യം മൂത്രമൊഴിക്കുക, മഞ്ഞ നിറത്തിലോ രൂക്ഷ ദുർഗന്ധത്തോടെയോ മൂത്രമൊഴിക്കുക എന്നിവയാണ് നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങൾ. മറ്റ് പാനീയങ്ങളോടൊപ്പം തന്നെ ശൈത്യകാലത്ത് 2 ലിറ്ററിലധികം വെള്ളവും കുടിക്കുകയാണ് ഇതിന് പരിഹാരമെന്നാണ് മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ കുവൈത്തിൽ അടുത്ത ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഫഹദ് അൽ ഒതൈബി അറിയിച്ചു. മരുപ്രദേശങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും തിങ്കളാഴ്ച മഴ ശക്തിപ്പെടുമെന്നും ഒതൈബി വ്യക്തമാക്കി. ചൊവ്വാഴ്ച മഴ കനത്തു പെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. പുതിയ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഒമാനിലും വീണ്ടും മഴ തുടർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. മസ്കറ്റ്, മുസന്തം, തെക്കൻ ബാത്തിന, വടക്കൻ ബാത്തിന, ദാഹിറ, ദാഖിലിയ, തെക്കൻ ഷർഖിയ, വടക്കൻ ഷർഖിയ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.